പറയാനുള്ളത് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാതെ വല്ല പണിക്കും പോടാ ചങ്ങായി. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണ് നമ്മുടെ മഹാനായ സഞ്ജു ടെക്കിൻ്റെ ഒരു വീഡിയോ ആണ്. സോ പുള്ളിക്കാരൻ നമ്മളേക്ക് റിച്ചാക്കി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് നമുക്കവിടെ തുടങ്ങാം. എന്റെ പൊന്ന് ഗൈസ്, ഇന്നത്തെ എന്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. കാരണം ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ഓർത്തില്ല. സോ എല്ലാവരും ഞെട്ടാ റെഡി ആയിക്കോളി. ഓക്കെ, സോ നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ട്രേഡിങ്ങിൽ പുള്ളി 1 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് ആലോചിക്കുന്നത്. ട്രേഡിങ്ങിൽ 1 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളെ പ്രോഫിറ്റിൽ മുക്കുന്നാണ് മൂപ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3-4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ആൾക്കാർക്ക് മര്യാദയ്ക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പുള്ളി 1 മാസം കൊണ്ട് നമ്മളെ പ്രോഫിറ്റബിൾ ആക്കുമെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ബാക്കി കണ്ടുനോക്കാം. ഇങ്ങനെയൊക്കെ പ്രോഫിറ്റ് വരുന്നു. ഇന്നാണെങ്കിൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നോർമലി എല്ലാ ദിവസം വീട്ടിൽ ഇരുന്നാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയുടെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എറണാകുളം പോയിരിക്കുവായിരുന്നു. അവിടെ ആണെങ്കിൽ അമിതാഭ് പ്രമോദ് അതുപോലെ തന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓൺ ദ വേയിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. അത് ഫോണിലാണ് ട്രേഡ് എടുത്തത്. കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ മര്യാദയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതന്നെ വലിയ ഭാഗ്യം. സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ട്രേഡിങ്ങിൽ. അത് വെക്കാതെ ആരും ട്രേഡ് എടുക്കരുത്. നമുക്ക് ബാക്ക് ചെയ്യാൻ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്രോഫിറ്റ് ഞാൻ അടിക്കുമെന്ന്. ഇതാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതേ പൊങ്ങിപ്പോയി. ഞാൻ കറക്റ്റ് ആയിട്ട് MTL വന്നപ്പോ ഒരു എൻട്രി എടുത്ത് പ്രോഫിറ്റ് എത്രയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ? 7423. സോ പുള്ളിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7400 സംതിങ് രൂപയാണ്. അതായത് റുപ്പീസാണ്, ഡോളർ അല്ല കേട്ടോ, റുപ്പീസാണ്. സോ ഈ ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ട് വെച്ച് അനലൈസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ഈ ഇൻഡിക്കേറ്ററിന് ഒരിക്കലും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് മാത്രം അനലൈസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. സോ ഇത് പക്ക ഫേക്കാണ്. അതായത് ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു 15,000 രൂപ ഉറപ്പായിട്ടും പോകും. കാരണം ഈ ഇൻഡിക്കേറ്ററിൻ്റെ പൈസ എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പൈസയാണ് പറയണത്. സോ എനിക്ക് പറയാനുള്ളത്, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാതെ വല്ല പണിക്കും പോടാ ചങ്ങായി. അടുത്ത് നോക്കാം. എനിക്ക് ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് എനിക്ക് പറ്റിയ പരിപാടിയാണ്. ഇനി തൊട്ട് എല്ലാഴ്ചയും കറങ്ങാൻ പോകും. ഇങ്ങനെയാണ് ഈ ഒരു ഒറ്റ ടൂൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് എടുക്കണമെന്ന്. വളരെ സിമ്പിൾ ആണ്. സോ ഈ ഒരു ഒറ്റ ടൂള് മതി ഇത്ര. സോ ഈ ഒരു ഒറ്റ ടൂള് മതി നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള ഒരു എൻ്റയർ തന്നെ പൂട്ടി പോകുമല്ലോ. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ മാസ് യൂസ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള 113, 114, 135 കോടി ജനങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്റർ മാസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കോടികൾ വാരാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഫോറക്സ് മാർക്കറ്റിൻ്റെയും ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സഞ്ജു ടെക്കിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രം മതിയായിരിക്കും അല്ലേ. അടുത്ത് നോക്കാം. ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഒറ്റ ടൂള് മതി അത്യാവശ്യം നല്ല പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് വാങ്ങാത്തവർ ഇപ്പൊ തന്നെ വാങ്ങിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 1 മാസമായിട്ടുള്ളൂ ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ട്രേഡിംഗിന്റെ ബേസിക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ ടൂൾ വെച്ചിട്ടാണ് ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സത്യം പറയാലോ, നിങ്ങൾക്ക് 3-5 വർഷം കളയേണ്ട ഒരു ആവശ്യമില്ല. ബേസിക് പഠിക്കുക, പിന്നെ ഈ ടൂളും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാ. അല്ലാണ്ട് ഈ പ്രൈസ് ആക്ഷനും അതുപോലെ കുറെ സാധനം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം സോ പുള്ളിക്ക് പ്രൈസ് ആക്ഷൻ ഒന്നും ആവശ്യമില്ല. ഈ ട്രേഡിങ്ങിന്റെ ബേസിക് എന്ന് പറയുന്നത് തന്നെ പ്രൈസ് ആക്ഷൻ ആണ്. ഓക്കെ, സോ ബേസിക്, അതായത് പുള്ളിക്ക് പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളിപ്പോൾ ICT SMC ഒന്നും പഠിച്ചില്ലെങ്കിലും വേണ്ട, പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രേഡിങ്ങിൽ വേണം. കാരണം ഞാൻ 4 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം പ്രൈസ് ആക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ കൺസെപ്റ്റുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ലിക്വിഡിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ പുള്ളിയുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ഇൻഡിക്കേറ്റർ പക്ക ഉടായ്പാണ്. സോ ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ട് വെച്ച് മാത്രം അനലൈസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കോടികളും അതേപോലെ തന്നെ ലക്ഷങ്ങളും ആയിരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ നിങ്ങളിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് പോയി ഇത് കൂട്ടിയാൽ മതി. സോ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഏകദേശം വില 15,000 രൂപ 16,000 രൂപയോളാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ. സോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കാം. സോ ഏകദേശം അത് 16,500 സംതിങ് രൂപ വിലയുണ്ട് ഈ ഇൻഡിക്കേറ്ററിന്. പോരാ. സോ ഈ ഇൻഡിക്കേറ്റർ മാത്രം പർച്ചേസ് ചെയ്താൽ പോരല്ലോ. ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാൻ നിങ്ങളിൽ വേറെ ഫണ്ട് വേണ്ടേ. സോ ഈ വേറെ ഫണ്ട് നിങ്ങളൊരു 10,000, 20,000 വേറെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ നമ്മളെ നാട്ടിൽ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇവൻ കാറിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് നാട്ടുകാരെ ഒന്ന് പൊട്ടനാക്കി. അതിന് നല്ലൊരു പണി MVD കൊടുക്കുകയും ചെയ്തു. സോ അടുത്ത പണി നാട്ടുകാർക്കായിട്ട് ഇറങ്ങിയിരിക്കുക. സോ നിങ്ങൾക്ക് ഇവന് വീഡിയോ ഇട്ടാൽ തന്നെ ഇവനെന്താണ് മര്യാദയ്ക്ക് കാശ് കിട്ടില്ല. പിന്നെ എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉടായ്പായിട്ട് വരുന്നത്. സോ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെക്ക് ചെയ്താൽ അറിയാം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ട്രേഡിങ് അറിയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവരെ വന്ന് ഊക്കിയിട്ട് പോണത്. ഓക്കെ, സോ
നിങ്ങളാരും മാക്സിമം ഇതിലൊന്നും വിഴാതിരിക്കുക. എനിക്കറിയാം ഇത് ഉഡായിപ്പാണെന്നുള്ളത്. ഹിസ്റ്റോറിക്കൽ ചാർട്ട് മാത്രം, ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ചാർട്ട് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സിനൊന്നും ഒരിക്കലും ട്രേഡിങ്ങിൽ ഫ്യൂച്ചേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ വേണം നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഈവൻ ഇപ്പോൾ ജസ്റ്റ് ഇരുന്ന് ഞാൻ പണി കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഞാനതൊരു 1000 രൂപ ഉണ്ടാക്കി, 2000 രൂപ ഉണ്ടാക്കി, 10000 രൂപ ഉണ്ടാക്കി, ഇതൊക്കെ വെറും പ്രഹസനമാണ്. ഇതൊന്നും ശരിക്കും നടക്കാനേ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെയും